കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ ആരോഗ്യമന്ത്രിയാണ്. പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കൂടി കെ ശൈലജ എത്തുകയാണ്. ടീച്ചർ എങ്ങനെ കാണുന്നു പുതിയ ഉത്തരവാദിത്തം? ഇത് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഞങ്ങൾ പ്രധാനമായിട്ടാണ് കാണാറ്. നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി നൽകുന്ന സൂചന. ഞങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ, ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഗോവിന്ദമാഷ് അവസാനം സംസാരിക്കുമ്പോൾ എന്താണ് കേരളത്തിൽ പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കേരളത്തെ ഒരു നല്ല സോഷ്യലിസ്റ്റ് മൂല്യമുള്ള സംസ്ഥാനമാക്കിയിട്ട് മാറ്റണമെന്നാണ് ആഗ്രഹം. സോഷ്യലിസമാണ് CPIMന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ കാതലായ മാറ്റം വരാതെ പൂർണ്ണമായും സോഷ്യലിസത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ്. പക്ഷേ ആ സോഷ്യലിസത്തിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് പുലരണം. ഞങ്ങൾ പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം സിന്ദാബാദ് എന്നാണ്. ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഒരു ബൂർഷ്വാ ഭൂപ്രഭു ഗവൺമെന്റ് ആയിരുന്നു. വൻകിട കോടീശ്വരന്മാർക്കും വൻകിട ഭൂസ്വാമിമാർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ പരമദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക ചെയ്തത്. അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തപ്പോൾ UPയിലും ബീഹാറിലുമെല്ലാം അത് 28% മേലെയാണ് മൊത്തം ജനസംഖ്യയുടെ. എന്നാൽ കേരളത്തിൽ നമ്മൾ നടത്തിയ ഇടയ്ക്കിടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ ഫലമായി കേരളത്തിലെ അതിദാരിദ്ര്യം 0.7%. അതും മാറ്റിയെടുക്കാൻ 2025 ആ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതിദാരിദ്ര്യം പരിഹരിക്കൽ മാത്രമല്ല, കേരളത്തെ ആധുനികവൽക്കരിക്കണം. ഇന്ന് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ വിദ്യ നേടി വിദേശത്തൊക്കെ പോയിട്ട് ജോലി സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവര് ആരും പോണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ ബുദ്ധിയും അറിവും കേരളത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ നിക്ഷേപങ്ങൾ ഉണ്ടാകണം. നമുക്ക് ധാരാളം സമ്പത്തില്ല, റവന്യൂ വരുമാനമൊക്കെ വളരെ കുറവാണ് കേരളത്തിന്. അതുകൊണ്ടാണ് ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ട് ഇവിടെ മൂലധന നിക്ഷേപം ഉണ്ടാക്കാനും വ്യവസായ വളർച്ചയ്ക്കും കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണത്തിനും ഒക്കെ ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. തുടർഭരണം എന്ന വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. തുടർഭരണം ലഭിച്ചു തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തുടർഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, 2016 മുതൽ 2024 വരെ 25 വരെ കേരളത്തിലുണ്ടായ മാറ്റം. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട മാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഞങ്ങളുടെ കൂടെ ജനങ്ങൾ നിൽക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ നിൽക്കാൻ മറ്റെല്ലാ പ്രചരണങ്ങളും അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു നവകേരള സൃഷ്ടിക്ക് CPIMന്റെ കൂടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ജനങ്ങൾ നിന്നാൽ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള വലിയ നേട്ടം സമ്മാനിക്കാൻ കഴിയും. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. അത് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും തുടർഭരണത്തിന് ഞങ്ങളെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പുതിയ പദവിയിലും ശോഭിക്കാൻ കഴിയട്ടെ. ആശംസകൾ. താങ്ക് യു.